ഓം ശാന്തി 31/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ശാന്തിയുടെയും സുഖത്തിന്റെയും ഗോപുരത്തിലേക്ക് പോകണം. അതിനാൽ തന്റെ സ്വഭാവ സംസ്കാരങ്ങളുടെ ഉദ്ധാരണം നടത്തൂ. പഴയതിനെ പരിവർത്തനപ്പെടുത്തൂ. ചോദ്യം: ബുദ്ധി സദാ റിഫ്രഷ് ആയിരിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് മന്ഥനം ചെയ്യൂ. വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിലൂടെ ബുദ്ധി സദാ റിഫ്രഷ് ആയിരിക്കും. ആരാണോ സദാ റിഫ്രഷ് ആയിരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരുടെ സേവനവും ചെയ്യാൻ സാധിക്കും. അവരുടെ ബാറ്ററി സദാ ചാർജ് ആയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിലൂടെ സർവശക്തിവാനായ അച്ഛനുമായി സദാ കണക്ഷൻ യോജിച്ചിരിക്കും. ഗീതം നയനഹീനർക്ക് വഴികാട്ടൂ. ഓം ശാന്തി. ഈ ഗീതവും മനുഷ്യർ പാടിയതാണ്. പക്ഷെ അർത്ഥമൊന്നും അറിയില്ല. എങ്ങനെയാണോ മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത് അതുപോലെ ഇതും ഒരു പ്രാർത്ഥനയാണ്. പരമാത്മാവിനെ അറിയുന്നേയില്ല. അഥവാ പരമാത്മാവിനെ അറിയുകയാണെങ്കിൽ സർവ്വതും അറിയുമായിരുന്നു. കേവലം പരമാത്മാവ് എന്ന് പറയുന്നു, പക്ഷെ അവരുടെ ജീവിതകഥ ഒട്ടും അറിയുകയില്ല. എങ്കിൽ നയനഹീനരായില്ലേ? നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചു. അതിനാലാണ് നിങ്ങളെ ത്രിനേത്രി എന്ന് വിളിക്കുന്നത്. ലോകത്തിലുള്ളവർ ത്രിനേത്രി, ത്രികാലദർശി, ത്രിമൂർത്തി എന്നീ വാക്കുകളെല്ലാം നന്നായി ഉപയോഗിക്കും. പക്ഷെ അർത്ഥം ഒന്നും അറിയില്ല. സയൻസും സൈലൻസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കാറുണ്ട്. ചോദ്യമൊക്കെ ചോദിക്കും, പക്ഷെ ഉത്തരം സ്വയം ചോദിക്കുന്ന ആൾക്ക് പോലും അറിയില്ല. മുഴുവൻ ലോകത്തിലും ശാന്തിയുണ്ടാകണം എന്ന് പറയുന്നു. പക്ഷെ അത് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? ആരാൽ ശാന്തി സ്ഥാപിക്കപ്പെട്ടു? ഒന്നും തന്നെ അറിയില്ല. കേവലം ചോദിക്കുക മാത്രം ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം അറിയുന്ന ആളുണ്ടെങ്കിൽ മാത്രമല്ലേ പറഞ്ഞു തരൂ. നിങ്ങൾ കുട്ടികൾക്ക് അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ മുഴുവൻ കളിയും ഉണ്ടാക്കപ്പെട്ടതാണ്. ശാന്തിയുടെ ഗോപുരം, സുഖത്തിന്റെ ഗോപുരം, എല്ലാത്തിനും ഗോപുരമുണ്ടാകും. ശാന്തിയുടെ ഗോപുരമാണ് മൂലവതനം. അവിടെയാണ് ആത്മാക്കൾ വസിക്കുന്നത്. അതിനെ സൈലൻസിന്റെ ഗോപുരം എന്നും പറയും. പിന്നീട് സത്യുഗമാണ് സുഖത്തിന്റെയും ശാന്തിയുടെയും സമൃദ്ധിയുടെയും ഗോപുരം. നമ്മൾ ആത്മാക്കളുടെ വീട് മുക്തിധാമമാണ് എന്നാരും പറയില്ല. ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ടീച്ചറാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ബാബ ജ്ഞാനത്തിന്റെ ഗോപുരമാണ്. നിങ്ങളെയും ശാന്തിയുടെയും സുഖത്തിന്റെയും ഗോപുരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് പിന്നെ ദുഃഖത്തിന്റെ ഗോപുരമാണ്. ഇവിടെ സർവ്വതും പതീതമാണ്. പവിത്രത, സുഖ, ശാന്തിയുടെ സമ്പത്ത് ഇപ്പോഴാണ് നിങ്ങൾ നേടുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിനാണ് മഹത്വം. ഇതിനെയാണ് മംഗളകാരി യുഗം എന്ന് പറയുന്നത്. കലിയുഗത്തിനു ശേഷം പിന്നീടുണ്ടാകുന്നത് സത്യയുഗമാണ്. അത് സുഖത്തിന്റെ ഗോപുരമാണ്. മറ്റേത് ശാന്തിയുടെ ഗോപുരമാണ്. ഇവിടെയാണെങ്കിൽ ദുഃഖത്തിന്റെ ഗോപുരമാണ്. ഇവിടെ അളവറ്റ ദുഃഖമാണ്. എല്ലാ ദുഃഖവും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദുഃഖത്തിന്റെ പർവ്വതം ഇടിഞ്ഞു വീഴുക എന്ന് പറയാറില്ലേ? ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എത്ര പേർ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇനി കുറച്ചു സമയമേ ബാക്കിയുള്ളൂ. കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്രയിൽ സമയമെടുക്കുന്നു. പൂർണമായി മനസ്സിലാക്കാത്ത വളരെയധികം പേരുണ്ട്. ബിന്ദുവാണോ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നില്ല. അല്ലയോ മക്കളെ, എങ്ങനെയാണോ ആത്മാവ് അതുപോലെ തന്നെയാണ് പരമാത്മാവും. ആത്മാവിനെ അറിയാമല്ലോ.
അത് ഭാഗ്യനക്ഷത്രമാണ്, തീർത്തും സൂക്ഷ്മം. ഈ കണ്ണുകളാൽ കാണാൻ കഴിയില്ല. അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിചാരസാഗര മന്ഥനം ചെയ്യുകയാണെങ്കിലും ബുദ്ധി റിഫ്രഷ് ആകും. എവിടേക്ക് പോവുകയാണെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം, ശാന്തിയുടെയും സുഖത്തിന്റെയും പവിത്രതയുടെയും ഗോപുരം പുതിയ ലോകമാണ്. പഴയ സ്വഭാവ സംസ്കാരത്തെ ഉദ്ധരിച്ച് ബാബ പുതിയ ലോകത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. മനുഷ്യർ മഹിമ പാടുന്നുണ്ടെങ്കിലും വേദങ്ങളും ശാസ്ത്രങ്ങളും ഗീതയും പഠിക്കുന്നുണ്ട്. എങ്കിലും ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ഏണിപ്പടി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. സ്വയം ശാസ്ത്രങ്ങളുടെ പരമാധികാരിയാണ് എന്ന് കരുതുന്നുണ്ട്. പക്ഷെ അവർക്കും ഇറങ്ങി വരിക തന്നെ വേണം. എല്ലാ ആത്മാക്കളും ആദ്യം സത്വപ്രധാനമായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ബാറ്ററി കാലിയാവുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ബാറ്ററി നാശത്തിന്റെ വക്കിലാണ്. ഇപ്പോൾ ബാറ്ററി വീണ്ടും ചാർജ് ആവുകയാണ്. അച്ഛൻ പറയുന്നു, മന്മനാ ഭവ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അച്ഛനാണ് സർവശക്തിവാൻ. അതിനാൽ അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങളുടെ ബാറ്ററി നിറയും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാറ്ററി നിറയുന്നതായി അനുഭവം ചെയ്യുന്നുണ്ട്. ചിലരുടേത് നിറയുന്നുമില്ല. ഉദ്ധരിക്കുന്നതിന് പകരം പഴയതിലും മോശമാകുന്നു. ബാബ, ഞങ്ങൾ ഒരിക്കലും വികാരത്തിലേക്ക് പോകുകയില്ല എന്ന് ബാബയോട് പ്രതിജ്ഞയും ചെയ്യുന്നുണ്ട്. അങ്ങയിൽ നിന്ന് 21 ജന്മത്തിലേക്കുള്ള സമ്പത്ത് തീർച്ചയായും എടുക്കും. എന്നിട്ടും വീണു പോകുന്നു. ബാബ പറയുന്നു, കാമവികാരത്തിന് മേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്തായി മാറും. അഥവാ വീണ്ടും വികാരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധി നശിച്ചു പോകും. ഈ കാമം മഹാശത്രുവാണ്. പരസ്പരം കാണുമ്പോൾ കാമത്തിന്റെ തീ കത്തുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് കറുത്തുപോയി. ഇപ്പോൾ നിങ്ങളെ വെളുത്തവരായി മാറ്റുന്നു. ഇത് അച്ഛൻ തന്നെയാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. പഠിപ്പിലൂടെയാണ് നിങ്ങളുടെ ബുദ്ധി തുറക്കുന്നത്. വൃക്ഷത്തെക്കുറിച്ചും വർണ്ണിക്കുന്നു. ഇതാണ് കൽപ്പവൃക്ഷം. മനുഷ്യ സൃഷ്ടിയുടെ വൈവിധ്യമായ വൃക്ഷമാണ്. ഇതിനെയാണ് തലകീഴായ വൃക്ഷം എന്ന് പറയുന്നത്. എത്ര വൈവിധ്യമാർന്ന ധർമ്മങ്ങളാണ്! ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾക്ക് അവിനാശി പാർട്ട് ലഭിച്ചിട്ടുണ്ട്. 2 കൂട്ടർക്ക് ഒരുപോലുള്ള പാർട്ട് ലഭിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം ആത്മാക്കൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കൂ. മത്സ്യത്തിന്റെ ഒരു കളിപ്പാട്ടമുണ്ടല്ലോ, അതിൽ ചരടിലൂടെ മത്സ്യങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മളും ഡ്രാമയുടെ ചരടിൽ ബന്ധിതരാണ്. ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഒരു കൽപ്പം പൂർത്തിയായി. ഇനി നമ്മൾ മുകളിലേക്ക് പോകും. ഇതും കുട്ടികൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മുകളിൽ നിന്ന് ആത്മാക്കൾ വന്ന് നമ്പർ വൈസായി അഭിനയിച്ചുകൊണ്ടിരിക്കും. ഈ കളിയിൽ നിങ്ങൾ പാർട്ട്ധാരികളാണ്. മുഖ്യ അഭിനേതാവും രചയിതാവും സംവിധായകനും ഉണ്ടാകുമല്ലോ. മുഖ്യമായത് ശിവബാബയാണ്. പിന്നീടുള്ള അഭിനേതാക്കൾ ആരെല്ലാമാണ്? ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാർ. ഭക്തി മാർഗത്തിലുള്ളവർ അനേകം ചിത്രങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അച്ഛൻ വന്ന് മുഴുവൻ ജ്ഞാനവും നൽകുകയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. എങ്ങനെയാണോ ഇവിടെ കാര്യവ്യവഹാരങ്ങൾ നടക്കുന്നത്, അതുപോലെ അവിടെ പവിത്രത, സുഖശാന്തിയുടെ രാജധാനി നടക്കും. അച്ഛനും അത്ഭുതമാണ്. വളരെ ചെറിയ ബിന്ദുവാണ്.
എങ്ങനെയാണോ നിങ്ങൾ ആത്മാക്കൾ അച്ഛനിൽ നിന്ന് മുഴുവൻ ജ്ഞാനവും എടുക്കുന്നത്, അതുപോലെ ബ്രഹ്മാവിന്റെ ആത്മാവും എടുക്കുന്നുണ്ട്. പിന്നെങ്ങനെ ബാബയ്ക്ക് രൂപത്തിൽ വലുതാകാൻ സാധിക്കും? ബാബയും ബിന്ദുവാണ്. നിങ്ങൾ ബിന്ദു രൂപത്തിലുള്ള ആത്മാവിൽ മുഴുവൻ ജ്ഞാനവും ധാരണ ആവുകയാണ്. ഈ ജ്ഞാനം ഈ കൽപ്പത്തിനു ശേഷമേ അച്ഛൻ നൽകുകയുള്ളൂ. റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നത് ആവർത്തിക്കാറില്ലേ? അതുപോലെ ആത്മാവിലും പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രകൃതി എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ അനാദിയായ ഡ്രാമയുടെ പാർട്ടിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവർക്കും പാർട്ട് അഭിനയിക്കണം. ഇത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ആരാണോ ഇത് നന്നായി മനസ്സിലാക്കി ധാരണ ചെയ്യുന്നത്, അവർക്ക് സന്തോഷത്തിന്റെ അതിര് വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത്? അതിനാൽ പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യണം. തനിക്ക് സമാനമാക്കി മാറ്റണം. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച് തനിക്ക് സമാനം ടീച്ചറാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് ഗുരുവായി മാറണം എന്നല്ല. നിങ്ങൾ ടീച്ചറാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ മുകളിലേക്ക് പോകുന്നു. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിലുള്ളവർക്കാണെങ്കിൽ ഇതറിയില്ല. അവർക്ക് സദ്ഗതി നൽകാനും സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു അച്ഛനല്ലേ? മുക്തിദാതാവും വഴികാട്ടിയും ബാബ തന്നെയാണ്. നിങ്ങൾ മുകളിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വഴികാട്ടി ആകുന്നില്ല. അച്ഛൻ വഴികാട്ടിയാകുന്നത് ഇപ്പോഴാണ്. എപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നോ അപ്പോൾ വീട് മറക്കുന്നു. ഇപ്പോൾ നിങ്ങളും വഴികാട്ടികളാണ്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. അശരീരി ഭവ. നിങ്ങൾക്ക് പാണ്ഡവസേന എന്ന പേരുകൂടിയുണ്ട്. ശരീരധാരിയാണല്ലോ. ഒറ്റയ്ക്കാകുമ്പോൾ സേന എന്നു പറയില്ല. ശരീരത്തിലിരുന്ന് നിങ്ങൾ എപ്പോഴാണോ മായയുടെ മേൽ വിജയം നേടുന്നത്, അപ്പോഴാണ് നിങ്ങളെ സൈന്യം എന്ന് വിളിക്കുന്നത്. അവർ പിന്നീട് യുദ്ധത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അവർ സമ്മേളനങ്ങൾ നടത്തുന്നു. സംസ്കൃത കോളേജുകൾ തുറക്കുന്നു. എത്ര ചിലവ് ചെയ്യുന്നു? ചിലവ് ചെയ്ത് ചെയ്ത് എല്ലാം കാലിയായി. വജ്രവും സ്വർണവും വെള്ളിയുമെല്ലാം കാലിയായി. ഇനി നിങ്ങൾക്ക് വേണ്ടി എല്ലാം പുതുതായി വരും. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് നടക്കുമ്പോഴും കറങ്ങുമ്പോഴുമെല്ലാം അത്രയും സന്തോഷം ഉണ്ടായിരിക്കണം. അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. നിങ്ങളുടെ പാർട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവസാനിക്കുന്നതല്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ല. ആദ്യമാദ്യം വരുന്നവർക്കാണ് 84 ജന്മത്തിന്റെ കണക്ക് പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു. ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും ഗോപുരം ലഭിക്കുന്നുവെങ്കിൽ എത്ര ലഹരിയുണ്ടാകണം. അച്ഛൻ നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് തരികയാണ്. നിങ്ങൾ എത്രത്തോളം സമീപത്തേക്ക് വരുന്നുവോ അത്രത്തോളം ആപത്തുകളും വരും. വൃക്ഷത്തിന്റെ അഭിവൃദ്ധിയും ഉണ്ടാകണം. അഥവാ വൃക്ഷം പാകപ്പെട്ടിട്ടില്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ചാൽ പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു വീഴും. ഇതും സംഭവിക്കുക തന്നെ വേണം. നിങ്ങളുടെ പ്രഥമ ലക്ഷ്യത്തിന്റെ ചിത്രം മുന്നിലുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു ചിത്രവും വെക്കാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ മനുഷ്യർ അനവധി ചിത്രങ്ങൾ വയ്ക്കുന്നു. ജ്ഞാനമാർഗത്തിൽ ഒന്നേ ഉള്ളൂ. അതിന്റെയും ജ്ഞാനം ബുദ്ധിയിലാണുള്ളത്. അല്ലാതെ ബിന്ദുവിന്റെ ചിത്രം എങ്ങനെ എടുക്കാനാണ്? ആത്മാവ് നക്ഷത്രമല്ലേ? ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആത്മാവിനെ ഈ കണ്ണുകളാൽ കാണാൻ സാധിക്കില്ല. വളരെയധികം പേർ പറയും
ബാബ, ഞങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകണം, വൈകുണ്ഠം കാണണം. പക്ഷെ കണ്ടതുകൊണ്ട് അതിന്റെ അധികാരി ആകില്ലല്ലോ. മനുഷ്യർ പറയാറുണ്ട്, ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ സ്വർഗം എവിടെയാണ് എന്നത് അവർക്കറിയില്ല. ഇപ്പോൾ ഏതെല്ലാം ആത്മാക്കളാണോ സ്വർഗത്തിലേക്ക് പോയത് അവർ തന്നെയാണ് പറയുന്നത്. ആത്മാവിൽ സർവ്വതും ഓർമ്മയുണ്ടാകുമല്ലോ. ഇപ്പോൾ നിങ്ങളെ ഉയർന്നതിലും ഉയർന്ന അച്ഛൻ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾ ഉയർന്നതിലും ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് നരനിൽ നിന്ന് നാരായണനായി തീർച്ചയായും മാറും. ആരെല്ലാമാണോ ശാന്തിക്ക് വേണ്ടി യാചിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ചിലർ മനസ്സിലാക്കുന്നുമുണ്ട്, ഇവർ പറയുന്നത് കൃത്യമാണ്. ഭീഷ്മ പിതാമഹനെ പോലെയുള്ളവർക്ക് കുമാരിമാരിലൂടെ ജ്ഞാനബാണം തറച്ചു എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. ആ സമയവും വരും. അല്ലാതെ അർജുനൻ ബാണം എഴുതപ്പോൾ ഗംഗ വന്നു എന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടു പറയുന്നു, ഇന്ന സ്ഥലത്തു നിന്നാണ് ഗംഗ ഉദ്ഭവിച്ചത്. ഗോമുഖവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മ ചിഹ്നങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ജഡമായ ദിൽവാഡ ക്ഷേത്രവും ഇത് ചൈതന്യത്തിലുള്ള ദിൽവാഡയുമാണ്. അതിൽ മുകളിലായി വൈകുണ്ഠം കാണിച്ചിട്ടുണ്ട്. താഴെ തപസ് ചെയ്യുന്നു. മുകളിൽ രാജധാനി കാണിച്ചിരിക്കുന്നു. അതിനാലാണ് മനുഷ്യർ കരുതുന്നത് സ്വർഗം മുകളിലാണ്. ബോംബുണ്ടാക്കുന്നവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ തന്നെ വിനാശത്തിനുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിനാശമുണ്ടാകും എന്ന് പറയുന്നു. മഹാഭാരത യുദ്ധത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നശിച്ചു പോയിരുന്നു. സത്യുഗത്തിൽ ഒരേ ഒരു ധർമ്മമേയുള്ളൂ. എങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവ വിനാശമാകും. ഇതും കുട്ടികൾക്കറിയാം. ഭക്തി ചെയ്ത് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അതും ഡ്രാമ പ്ലാൻ അനുസരിച്ച്. വാസ്തവത്തിൽ ഇവിടെ ഒരു ആശീർവാദത്തിന്റെയും കാര്യമില്ല. എന്താണോ ഡ്രാമയിലുള്ളത് അതാണ് സംഭവിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് ഈശ്വരന്റെ ഇച്ഛയാണ് എന്ന് മനുഷ്യർ പറയും. എന്നാൽ നിങ്ങൾ അങ്ങനെ പറയില്ല. നിങ്ങൾ പറയുന്നു, ഇതാണ് ഡ്രാമയുടെ ഭാവി. ഈശ്വരന്റെ ഇച്ഛയനുസരിച്ച് എന്നും നിങ്ങൾ പറയില്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനും ഡ്രാമ അനുസരിച്ചുള്ള പാർട്ടാണുള്ളത്. സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് ഇതും ബാബയ്ക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കൂ. ജ്ഞാനസാഗരനും ബാബ തന്നെയാണ്. മനുഷ്യർ കരുതുന്നത് ഭഗവാൻ എല്ലാവരുടെയും മനസ്സറിയുന്ന ആളാണ് എന്നാണ്. പക്ഷെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ശിക്ഷ തീർച്ചയായും നമുക്ക് തന്നെയാണ് ലഭിക്കുക. ബാബ ശിക്ഷ തരികയൊന്നുമില്ല. ഇത് സ്വാഭാവികമായുള്ള പൂർവ്വനിശ്ചിതമായ ഡ്രാമയാണ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ആദി മധ്യ അന്ത്യ രഹസ്യം ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ, നിങ്ങളുടെ അവസാന സമയത്ത് മറ്റൊന്നിന്റെയും ഓർമ്മ വരരുത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. സ്വയം ആത്മാവാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിനെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്കോളർഷിപ്പ് നേടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ. ടീച്ചറായി മറ്റുള്ളവർക്ക് രാജയോഗം പഠിപ്പിച്ചു കൊടുക്കൂ. വഴികാട്ടിയായി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന സേവനം ചെയ്യൂ.
2. സർവശക്തനായ അച്ഛന്റെ ഓർമ്മയിലൂടെ തന്റെ ബാറ്ററി ചാർജ് ചെയ്യണം. അച്ഛനോട് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരിക്കലും കാമത്തിന്റെ മുറിവ് ഏൽക്കരുത്. വരദാനം: സേവന മനോഭാവത്തിലൂടെ സമ്പന്നമായി ഓരോ ആത്മാവിനെയും പ്രാപ്തിയുടെ ഫലത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ. ആരാണോ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവന, ശ്രേഷ്ഠ കാമന വയ്ക്കുന്നത്, അവരാണ് സത്യമായ സേവാധാരി. അവർ വെറുതെ സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സേവാഭാവത്തിലൂടെ സർവരെ പ്രതിയും സന്തോഷത്തിന്റെ ഭാവന, ശക്തികളുടെ പ്രാപ്തിയുടെ ഭാവന, ഉണർവും ഉത്സാഹവും ഉയർത്തുന്നതിന്റെ ഭാവന വെച്ച് സഹയോഗത്തിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കുക. ഇത് തന്നെയാണ് സത്യമായ സേവനം. ഇങ്ങനെയുള്ള സേവനത്തിൽ തപസ് അടങ്ങിയിട്ടുണ്ട്. സ്ലോഗൻ: ബാബയുടെ ആശീർവാദം നേടണമെങ്കിൽ സ്നേഹിയും സൽപുത്രരും ആജ്ഞാകാരിയുമായ കുട്ടികളായി മാറൂ. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. നിങ്ങൾ എത്രത്തോളം അന്തർമുഖിയും മധുരമായ സൈലൻസിന്റെ സ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നുവോ, അത്രയും നയനങ്ങളുടെ ഭാഷ, ഭാവനയുടെ ഭാഷ, സങ്കല്പത്തിന്റെ ഭാഷ എന്നിവ സഹജമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഷ തന്നെയാണ് ആത്മീയ യോഗി ജീവിതത്തിന്റെ ഭാഷ. താങ്കളുടെ സൈലൻസിന്റെ ശക്തി സയൻസിന്റെ ശക്തിയേക്കാൾ ഉയർന്നതാണ്. ഏതുപോലെ സയൻസ് പ്രത്യക്ഷ തെളിവ് കാണിക്കുന്നുവോ, അതുപോലെ സൈലൻസിന്റെ ശക്തിയുടെ പ്രായോഗിക തെളിവാണ് നിങ്ങൾ കുട്ടികളുടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത ജീവിതം. ഇത്രയും പേർ പ്രായോഗിക തെളിവ് കാണിക്കുമ്പോൾ ആഗ്രഹിക്കാതെ തന്നെ എല്ലാവരുടെയും ദൃഷ്ടിപതിയും ജയ ജയ ആരവം മുഴങ്ങും. ഓം ശാന്തി.